ഇനി ഇത് ഫാത്തിമിയാക്കളിൽ നിന്ന് ഷിയാക്കളിൽപ്പെട്ടൊരു വിഭാഗം ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തിക്കൂട്ടിയൊരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും. ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വലിലുള്ള ഈ മൗലിദ് ആഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലവിക്കും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയില്ല. അൽഹംദുലില്ലാഹ് നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു സംശയവും അതിലില്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ടാണ് കുറച്ചുകൂടി വിനയത്തോടെ ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇൻഷാല്ലാഹ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവുക, ഇനി ആഗോളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട, ഇവിടുന്ന് അങ്ങോട്ട് പോവുക. ഇത് ഷിയാക്കളെ ഏർപ്പാടാണോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകണം കേട്ടോ. കോഴിക്കോളി ദാ ഒന്ന് അൽ മുബാറക് ദാ കേട്ടോളി. 1989 ഓഗസ്റ്റ് സമസ്ത ഇങ്ങനെ പൊട്ടാ നിൽക്കണ നേരാക്കാരൻ ചിലപ്പോ. അപ്പൊ രണ്ടു കൂട്ടർക്കും തള്ളാൻ പറ്റൂല. ഇനി അൽ മുബാറക്ക് നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ പറയും തെളിവ് വേറെ കൊണ്ടുവരും. അൽ മുബാറക്ക് നിങ്ങളതാ തെളിയിക്ക, തെളിവ് വേറുണ്ട്, അത് നമ്മൾ സമയത്തിന് വായിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ അൽ മുബാറക്ക് മതി. കേരളത്തിൽ പിടിച്ചോളി. മൗലിദ് പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്. ചരമദിനമുണ്ട്, ആ വഫാത്തെടുത്തോളി. ഷിയാക്കൾക്ക് അതുണ്ട്. തെളിവ് 1. ശരി, തെളിവ് 2. ഇപ്പൊ എന്താ നമ്മുടെ അസിന് വെച്ച് തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. സുന്നി അഫ്കാർ സുന്നി അഫ്കാർ 2024 സെപ്റ്റംബർ 16 to 30 വരെ തനിച്ചതാ. ഇത് ഷിയാക്കൾ തന്നെ തുടങ്ങിയിട്ട് കേട്ടോളി. മുദഫർ തുടങ്ങി. ആ മുദഫർ തുടങ്ങി എന്താ അറിയോ? മുദഫർ തുടങ്ങാൻ കാരണം ഷിയാക്കൾ തുടങ്ങിയ അത്ര കേമല്ല, ഒരു ഉഷാറില്ലാത്തൊരു ജീവല്ലാത്തൊരു പരിപാടി. അപ്പൊ മുദഫർ തോന്നി ഒന്ന് ജീവിപ്പിക്കണം, അതാ മുദഫർ ചെയ്ത പണി. ശരി, വേറെ കേട്ടോളി. കാരണം മുദഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലിദാഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. മുല്ല ഉമർ ആരാ? ഫാത്തിമിയാക്കളുടെ തീവ്രൻ. ഫാത്തിമിയാക്കളോ ഷിയാക്കളുടെ തീവ്രർ. എന്താ വേണ്ടു? എന്തേ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാത്തത്? എന്തേ ഉമർ റളിയല്ലാഹു അൻഹു കാണാത്തത്? പോകട്ടെ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് കാണാത്തത്? ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ തെളിവ് 2. സുന്നി അഫ്കാർ എന്ത്? ഷിയാക്കളാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി ഷിയാക്കൾ തന്നെ പറയട്ടെ. അപ്പോഴാണല്ലോ സൂഫികളും ഷിയാക്കളും പറയട്ടെ. കേട്ടോളി. താരിഖുൽ ഇഖ്തിലാഫ് ഫിൽ മവാലിദിൻ നബവി. ആരെ കിതാബാ? ഷിയാ സൂഫി കിതാബ്. ആ കിതാബിന്റെ പേജ് കാണാം. ഇതാ ഇതിന്റെ ലുഹൂർ ഇതെപ്പോഴാ വന്നത് നോക്കുക. ഖബല തഹദ്ദുസി ഫീമാ കാന ലിൽ ഖുലഫാഇൽ ഫാത്തിമിയീന മിൻ ബനി ഉബൈദില്ലാ ബിമിസ്ർ മിൻ അശ്ശഇൻ ഫീ ഇബ്തിദാഇ ഫിക്റത്തിൽ ഇഹ്തിഫാലി ബിൽ മൗലിദിൻ നബവി അശ്ശരീഫ്. ഖുലഫാഉർ റാഷിദീൻ അല്ലട്ടോ, ഖുലഫാഉൽ ഫാത്തിമീന. ഫാത്തിമിയാക്കളിലെ ആ ഖലീഫമാരെ കാലഘട്ടം പറയും മുമ്പ് ഇതുണ്ടായത് പറയട്ടെ. അന്ന് അതുണ്ടായത് ആര്? ഇത് ഉണ്ടാക്കിയ ആൾക്കാർ. എന്താ വേണ്ടു? ഉണ്ടാക്കിയവർ. പിന്നെ പറഞ്ഞത് എന്താ? ഇനി അഹ്ലുസ് സുന്നന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞില്ല, ഒന്ന് കൊടുക്കുക. ഈ വിഷയത്തിൽ അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ ഇപ്പൊ ആധുനികരാകട്ടെ ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ അവരൊക്കെ അംഗീകരിച്ച കിതാബാണ് ഇമാം മഖ്രിസി റഹിമഹുള്ളയുടെ അൽ ഖുത്തത്ത്. അൽ ഖുത്തത്ത് എന്ന പേരിലാണ് അറിയപ്പെടുക. കിതാബുൽ മവാഇദ് വൽ ഇഅ്തിബാർ ബിദിക്രിൽ ഖുത്തത്ത് വൽ ആസാർ അൽ മഅറൂഫ ബിൽ ഖുത്തത്തിൽ മഖ്രിസിയ. ഇമാം മഖ്രിസിനെ കൊടുത്താൽ പറയാ, ഇമാം മഖ്രിസി നിങ്ങളാളല്ലേ? നിങ്ങളാളല്ല, നിങ്ങളീ ആൾ തന്നെയാണ്, എല്ലാവർക്കും പറ്റും. ഇമാം മഖ്രിസിനെ ഇവരൊക്കെ തെളിവാണ്, അവിടെ പഠിച്ചല്ല. ഇനി തെളിവാക്കല്ലേ നമുക്ക് അപ്പൊ കൊടുക്കാൻ സാധിക്കും. കേൾക്കാം, വരട്ടെ. 436 പേജ് എന്താണ്? ഇതാ വകാന ലിൽ ഖുലഫാഇൽ ഫാത്തിമീന ഫീ തൂലിസന അയ്യാദ് വ മവാസിം. വർഷം മുഴുവൻ ഷിയാക്കളിലെ ഫാത്തിമിയാക്കളായ ഖലീഫമാർക്കൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് യൗമു ആശൂറ ഒക്കെ ഉണ്ട്. വ മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കി തരുമോ? ഓല ഇമാമുകളെ ആഘോഷം കൊണ്ടാണ്. അപ്പൊ തെളിവ് വേണ്ടേ? ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി പച്ച ഷിയായിസം, ശുദ്ധ ഷിയായിസം, കറകളഞ്ഞ ഷിയായിസം. ഒരു സംശയമല്ല, 100ക്ക് 100 കൊടുക്കാം. ശുദ്ധ ഷിയായിസം. നീ തെളിവ് കിട്ടിയാറേണ്ട, പള്ളം നിറച്ച് കൊട്ട നിറച്ചാണ് തെളിവ്.